അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ട 4 കപ്പൽ ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് സംയുക്ത തൊഴിലാളി സംഘടനകൾ CITU, വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഫോർവേഡ് സിമന്റ്സ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സ്വിഫ്റ്റിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം CITU എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയും സംരക്ഷണവും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണമെന്നും പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ട 4 ഇന്ത്യൻ കപ്പൽ ജീവനക്കാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചും അവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CITU, വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഫോർവേഡ് സിമന്റ്സ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സ്വിഫ്റ്റിന്റെ ഓഫീസിനു മുന്നിലായിരുന്നു പ്രതിഷേധം. CITU എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക നായകന്മാർ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കേരളത്തിനകത്ത് സാംസ്കാരിക നായകനെ രംഗത്തിറക്കി അതിന് നേതൃത്വം കൊടുത്ത ആളിന്റെ പേരാണ് M. ഗോവിന്ദൻ. അതിന് നേതൃത്വം കൊടുത്ത മറ്റൊരാളിന്റെ പേരാണ് CJ തോമസ്. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല, ചിലര് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ ഇടയാക്കിയത് സാംസ്കാരിക കലാരംഗങ്ങളിലെ ഇടതുപക്ഷ സ്വാധീനമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ സ്വാധീനം ആ രംഗത്ത് ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. CITU കൊച്ചി മേഖലാ സെക്രട്ടറി KA എഡ്വിൻ അധ്യക്ഷത വഹിച്ചു. CD നന്ദകുമാർ, രാജേഷ്, KM റിയാദ്, MG അജി, കൃഷ്ണകുമാർ, B. ഹംസ, KJ ആന്റണി, PB ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യ അമേരിക്കയുമായി ഭയങ്കര റിലേഷൻഷിപ്പ്, ഭയങ്കര സൗഹൃദമുള്ള രാജ്യമായിട്ടാണ് അമേരിക്കയെ ഇന്ത്യ കാണുന്നത്. രണ്ടുപേരും കണ്ടാൽ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും കണ്ടാൽ കെട്ടിപ്പിടിക്കാതെ അവർക്ക് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ കഴിയില്ല. അത്രമാത്രം സൗഹൃദമാണ്. ജൂൺ 10-ാം തീയതിയാണ് 3 നാവികർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അതിശക്തമായി അപലപിച്ചു. എന്നാൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ വയലേറ്റ് ചെയ്താൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നാണ്. അമേരിക്ക അപലപിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഒരു മരണമുണ്ടായാൽ, നമ്മുടെ ഏറ്റവും സൗഹൃദമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അപലപിക്കൽ പോലും ഇല്ലെങ്കിൽ, ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ അതിനെ നമ്മുടെ അടുത്ത കുടുംബമെന്നോ സൗഹൃദമുള്ള കുടുംബമെന്നോ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യം ഈ നാവികരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.